സമ്മറൊക്കെ ആയില്ലേ, നമുക്ക് ഇവനെ ഒന്ന് പുറത്തെടുത്താലോ? ഞാനും ഇവനും തമ്മിൽ ഒരു 6 വർഷത്തെ പരിചയമുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ വലിയ അറ്റാച്ച്മെന്റ്സ് ഒന്നും ഇല്ല. ഇന്ന് ഇവന്റെ കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവനൊരു പേരുണ്ട്, ജാക്ക് എന്നാണ് കേട്ടോ. ഞാൻ ഇന്നിട്ട പേരാണ്. അപ്പൊ റോസ് ആരായിരിക്കുന്നല്ലേ, ഞാനാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവാണേ. അപ്പൊ ഇവന്റെ കൂടെ പോയപ്പോൾ എനിക്ക് ടൈറ്റാനിക് മൂവിയിലെ ജാക്കും റോസും ഇങ്ങനെ ഷിപ്പിൽ പോണ ഒരു ഫീലാണ് തോന്നിയത്. അപ്പം നമ്മൾ നമ്മുടെ ഷിപ്പിൽ പോണത് വേറെ എങ്ങോട്ടുമല്ല, മമ്മിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഇന്ന് സൺഡേ അല്ലേ, ഫാദേഴ്സ് ഡേ കൂടിയാണ്. അപ്പം നമ്മളെല്ലാവരുടെ ഫാമിലി ആയിട്ട് ഒരു ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയതാണ്. മമ്മിയുടെ ഗാർഡനിൽ സമ്മറിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും. ഇതിന്റെ പേര് സ്റ്റാഹൽ ബെർ എന്നാണ്. ഇംഗ്ലീഷിൽ ഗോസ്ബെറി, നമ്മുടെ മലയാളത്തിൽ ഇതിന് നെല്ലിക്ക എന്ന് പറയും. ചെറിയൊരു സോറൊക്കെ ഉണ്ട്, വിറ്റാമിൻ സി ആണ്. ഇത് പർപ്പിൾ കളർ, യെല്ലോ കളർ, ഗ്രീൻ കളർ, നമ്മുടെ കയ്യിൽ റെഡ് ആണുള്ളത് കേട്ടോ. ഇത് മറ്റൊരു ഫ്രൂട്ട്, ജൊഹാനീസ് ബെറൻ. ഇത് ആക്ച്വലി റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഗ്രീൻ ആണുള്ളത്. വിറ്റാമിൻ സി ആണിതും. ഇതൊരു മിഡ് ഓഫ് ജൂൺ ജൂലൈയിലാണ് ഈ ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് കേക്ക് ഉണ്ടാക്കാം, പുഡിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമുള്ള പ്രകസനമാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചോളൂ, ഞാൻ എൻ്റെ വഴിക്ക് പോവാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഗ്രില്ലിൻ്റെ കാലമാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയമാണ് സമ്മർ ടൈം. ഗ്രില്ലിൻ്റെ പരിപാടി നൈസായിട്ട് നമ്മുടെ ചെക്കന്മാരെ അങ്ങ് ഏൽപ്പിച്ചു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ക്ലീനിങ്, ഓർഗനൈസിങ്, അടുക്കൽ പെറുക്കല്, ഇതൊക്കെയാണല്ലോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഫുഡ് എത്തിയിരിക്കുന്നു. നമ്മുടെ നെഫ്യൂസും നീസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പ്രൈവസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഫോട്ടോസും വീഡിയോസൊന്നും എൻ്റെ വ്ളോഗിൽ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ആസ് യൂഷ്വൽ മമ്മി ഇതാ പിള്ളേർക്കും നമുക്കൊക്കെ ആയിട്ട് ഐസ്ക്രീം ഒക്കെ ആയിട്ടെത്തി. നമ്മളും ഹാപ്പി, പിള്ളേരും ഹാപ്പി. അവിടുന്ന് നേരെ നമ്മൾ പപ്പയുടെ കല്ലറയിലേക്കാണ് പോയത്. ജിബോയുടെ പപ്പ മരിച്ചിട്ടും ഏകദേശം ഒരു 20 വർഷം കഴിഞ്ഞു. ജർമ്മനിയിലെ ഫാർട്ടട്ടാഗ് മെയ് 29 നമ്മൾ എല്ലാ വർഷവും ഒരുമിച്ച് കൂടാറുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിക്കാറുണ്ട്, കല്ലറയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യയിലും അമേരിക്കയിലും ഒക്കെ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പപ്പ ജനിച്ചതും കുറച്ച് നാൾ വളർന്നതൊക്കെ അവിടെയാണല്ലോ, അതുകൊണ്ട് പപ്പേനെ ഓർക്കാനും അവർക്ക് വേണ്ടി ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു.